യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വിശ്വട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന നേരത്തെ നമുക്ക് അറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ അറിഞ്ഞല്ലോ. ഇനിയെങ്കിലും പിന്മാറിക്കൂടെ? കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാൻ നേരിടുന്ന സാഹചര്യങ്ങൾ നിനക്ക് അറിയാത്തോണ്ടാ. മോളെ കാണാതായ ശേഷം ഞാൻ തെരുവിൽ അലയുകയായിരുന്നു. ഇന്നാ ഞാൻ അവളുമായിട്ട് ഒരു ധാരണയിലെത്തിയതും തിരിച്ച് വീട്ടിൽ കയറിയതും. ഈ ഒരൊറ്റ കാരണം മതി ആ ബന്ധം വീണ്ടും വഷളാവാൻ. തുമ്മിയെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെന്ന് വെക്കണ കേട്ടാ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളല്ലേ ഭർത്താവ്, അവരല്ലല്ലോ. അപ്പൊ പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കാനുള്ള അധികാരം ഏട്ടനുണ്ട്. സ്വന്തം വീട് തകർത്തോണ്ട് ആരെങ്കിലും മറ്റുള്ളവർക്ക് കൊണ്ട് നിൽക്കൂ ചന്ദ്രേട്ടാ. എന്നാലും ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് അറിയാതെ. കാരണം അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഏട്ടനോട് പറയുമായിരുന്നല്ലോ. നമ്മളോട് പോലും പറയാതെ വിശ്വന് ഇത്രയും കാലത്ത് ഒളിച്ചു വെക്കണമെങ്കിൽ അത് അത്രയും ഗൗരവമുള്ളതല്ലേ. നമ്മളായിട്ട് എന്തിനാ ഏട്ടാ നമ്മുടെ കുടുംബത്തിന് പേരെടുത്ത് കളയുന്നത്? അത്രയും വലിയൊരു ശാപം ഏറ്റുവാങ്ങാൻ ചന്ദ്രേട്ടന് ത്രാണിയുണ്ടോ? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അങ്ങനെ പലതും പറയും. അതൊക്കെ കേട്ട് തുള്ളാൻ നിന്നാലുണ്ടല്ലോ ഒടുക്കം നമ്മുടെ ജീവിതം തകരുന്നത്. എന്റെ ജീവിതം ഇനി എന്ത് തകരാനാടാ? എല്ലാം കൈവിട്ടു പോയില്ലേ? ഒക്കെ ഏട്ടന് വെറുതെ തോന്നുന്നതാ. അങ്ങനെ ഒന്നും കൈവിട്ട് പോയിട്ടില്ല ഏട്ടാ. പോയതൊക്കെ നമ്മൾ ഒരുമിച്ച് തിരിച്ചു പിടിക്കും. പക്ഷേ അതിനാദ്യം നമുക്ക് നമ്മുടെ കുടുംബം വേണം. ചവിട്ടി നിന്ന് യുദ്ധം ചെയ്യാൻ നിലപാട് തറ വേണം. അത് നഷ്ടപ്പെടുത്തരുതേട്ടാ. നമുക്ക് നമ്മുടെ വിശ്വനല്ലേ ഏട്ടാ ദൈവം. ആ ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ? നമുക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച നമ്മുടെ വിശ്വട്ടൻ വെറുതെ ഇങ്ങനൊരു കാര്യം പറയൂ?